ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ടൂറ് പോയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ അൽഫാം ഉണ്ടാക്കി കൊണ്ടുപോവാണ് കേട്ടോ. അതായത് മസാലയൊക്കെ തേച്ചിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലയൊക്കെ ഇവിടെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇക്കയാണ് ഇതൊക്കെ മസാലയൊക്കെ തേച്ച് വെക്കുന്നത്. തലേ ദിവസം നമ്മൾ ചിക്കൻ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മസാലയൊക്കെ കൂട്ടി ചെയ്തിട്ട് അപ്പോൾ ആ മസാല മുഴുവനായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി കണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മൂടിയതിന് ശേഷമാണ് ഇത് ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് കുഴിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാവൊന്ന് അരിച്ച് വെക്കുകയാണ്. 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒരു കോഴിമുട്ടയും, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 5 അച്ച് ശർക്കരയാണ്. അതൊന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓവർ ചൂട് വേണ്ട. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത്, ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കുക നമ്മൾ ഈ റവ. അപ്പോൾ നമ്മളെ റവ ഇവിടെ നന്നായിട്ടൊന്ന് കുറുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് ഒരു പകുതി ചൂടാറിയതിന് ശേഷം നമുക്കിത് നമ്മൾ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് മൈദ എടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ ശർക്കര ഒഴിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് കട്ടില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാനിതുപോലെയാണ് ഉണ്ടാക്കാറ്. പലവരും പല രീതിക്കാണല്ലോ കുഴിയപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കൽ. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള റവൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അപ്പക്കാരൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നന്നായിട്ട് തന്നെ ആരെടുത്ത് കിട്ടും. ഞാനിത് പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ തലേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പ്ലം കേക്കിന്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പത്തേക്കുള്ള തേങ്ങ ഇവിടെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലാണ് ഞാനിതൊന്ന് വറവിട്ടെടുക്കുന്നത്. ഇത്രയും മതി, ഞാൻ ഇത്ര കളറാക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ നമ്മളെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കരിഞ്ചീരകവും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ ഓണാക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ ഇവിടെ വന്നിട്ട് പ്ലം കേക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ ഇത് ഓണായിട്ടില്ല എന്നുള്ളത്, വീഡിയോ ഓണല്ല എന്നുള്ളത് അറിഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്.
പ്ലം കേക്ക് 4 ദിവസം 5 ദിവസമൊക്കെ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പമൊക്കെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിൽ, ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ കൊണ്ടുപോകണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം പ്ലം കേക്കൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസമാണ്. പിന്നെ എല്ലാവരും ഞങ്ങളെ വീട്ടിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് വണ്ടി കയറാൻ വേണ്ടിയിട്ട്. ഇത് അളാമൻ്റെ ചെറിയ മോളാണ്. അപ്പോൾ അവിടെ ഓരോന്നിങ്ങനെ ചോദിക്കുകയാണ് വന്നിട്ട്. ഞങ്ങളെ വീട്ടിലെ ചെറിയ കുട്ടിയാണ് കേട്ടോ ഊഞ്ഞാലുമേലാടുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ മിസ് ചെയ്യാൻ കാണാൻ പറ്റും.